വീർ മന്ത്രി സാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ചെയ്യ്. ചിപ്പ് നീ പുറത്തെടുത്തില്ലേ? അപ്പൂപ്പ ചിപ്പ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അത് ഇപ്പോഴും ജിണ്ടുവിന്റെ പല്ലിനകത്താ. ഇവിടെയാണെങ്കിൽ ഒരുപാട് ജംസും ഉണ്ട്. ഞാൻ അവരോട് ഫൈറ്റ് ചെയ്യാ. ജംസിനെ കൊന്നൊടുക്കണ ഏറ്റവും നല്ല മാർഗം ഏതെങ്കിലും നല്ല ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ എല്ലാം ശരിയാകും. ഓക്കെ അപ്പൂപ്പ. ചുൾബുൾ, ഞാൻ ചിണ്ടുവിന്റെ അടുത്തുനിന്ന് അവന്റെ ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചോണ്ട് വരാം. മാർക്കറ്റ് കൊടുത്തിട്ട് എവിടാ നീ പോയത്? വരൂ ചുൾബുൾ, പണി കഴിഞ്ഞു. ജിൻഡു, നിന്റെ പല്ലിനകത്ത് ഒരുപാട് ജേംസുകളുണ്ട്. എന്നും രാവിലെയും വൈകിട്ടും പല്ല് തേക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ പിന്നെ ഒരു ജേംസ് പോലും ഉണ്ടാവില്ല. അപ്പൂപ്പ, ചിപ്പ് കിട്ടിക്കഴിഞ്ഞു. എന്നാലൊന്ന് വേഗം വാ. മന്ത്രി സാർ റിബൺ കട്ട് ചെയ്യാൻ പോവുകയാ. അപ്പൂപ്പ ഒരു മിനിറ്റ്. ഹലോ മമ്മി. മമ്മി, ഞാൻ മന്ത്രി സാറിന്റെ തൊട്ടടുത്ത് തന്നെ നിക്കാമേ. നിങ്ങളെല്ലാവരും എന്നെ ടിവിയിൽ കണ്ടോണം. ജിൻഡു, വേഗം ഞങ്ങളെ അപ്പൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോകാലോ? ഇതെങ്ങനെയാ വന്നത്? ഇത് എന്ത് മാജിക് ആണ് നടക്കുന്നേ? സോറി ബണ്ടി. മമ്മി, മമ്മി. ഇങ്ങനെയാണോ ഇവിടെ വന്നു ചേരുന്നത്? അത് അപ്പൂപ്പ, ഈ ജിൻഡു ഒപ്പിച്ച് വെക്കുന്ന ഓരോ പണികളായത്. നമുക്ക് പോയാ മനുഷ്യൻ ആരാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പൂപ്പ, ഇയാളുടെ പേര് ടൈഗർ എന്നാ. ഇതിലയാളുടെ നമ്പറും അഡ്രസ്സും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലായിടവും നോക്ക്. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൂപ്പ, ഞാനിപ്പോ അയാൾക്ക് ഫോൺ ചെയ്യാം. ആ സമയത്ത് ഇവിടെ ചുറ്റും ആരാണ് ഫോൺ സംസാരിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോ വരാം. കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യ്. Magnetic race on. Magnetic race on. ഇനി വരൂ, നമുക്കൊരു കൈ നോക്കിയാലോ? തീ പിടിച്ചു. കുറച്ചു കുട്ടികൾ അകത്തുണ്ട്. ആദ്യം ഇവനുള്ള പണി കൊടുക്കട്ടെ, എന്നിട്ട് അവരെയൊക്കെ രക്ഷിക്കാം. പറക്കാൻ പഠിപ്പിക്കാൻ അപ്പൂപ്പനോട് എന്തായാലും പറയണം. ഞാൻ ദേ പറഞ്ഞല്ലോ, ഇപ്പൊ നിനക്കുള്ള പണി തരാം. ഷെടാ, അവൻ എന്റെ തലയ്ക്ക് നേരെയാണല്ലോ പറന്നു വരുന്നത്. ബോസ്, രക്ഷിക്കണേ! അത് വീരാണല്ലോ. ജിഡുവിനെ വിളിക്കേണ്ടി വരും. ഇനി ആ ഹോളിൽ നിന്നും കുട്ടികളെല്ലാം പുറത്തെത്തിക്കണം. ഫയർ സൂട്ട് ഓൺ. ഇംലി, നീ ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാം.
അപ്പൂപ്പ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. വേഗം അമ്മയെ വിളിക്കാം അപ്പൂപ്പ, പ്ലീസ്. ധൈര്യമായിട്ടിരിക്കെ, നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും തീർച്ചയായിട്ടും എത്തും. വീര് പോലും ഇങ്ങോട്ട് വരില്ല അപ്പൂപ്പ. അവൻ ഏതോ ഒരു റോബോട്ട് പിടിച്ചോണ്ട് പോയില്ലേ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാം. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാരാ ഇത്? വീർ, നമ്മളിവിടെ എന്ത് ചെയ്യാ? കോമ്പറ്റീഷൻ വേറെ ഗ്രൗണ്ടിലല്ലേ നടക്കുന്നേ? ഞാനും എന്നാ പോവാ. ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ബൈ ബൈ. അങ്ങോട്ട് നോക്ക്, ആ പ്ലെയിൻസ് ഒക്കെ ആരുടെയാ? ഇംലി, ചുൾബുൾ, നിങ്ങളെ വേഗം ഒളിച്ചോ. ആ പ്ലെയിനുകൾ തിരിച്ചു വരുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നേ? ഞാൻ ആ പ്ലെയിനോട് ഏറ്റുമുട്ടാനായിട്ട് നമ്മുടെ പ്ലെയിന് ശരിയാക്കുവാ. അപ്പൊ നിന്റെ പ്ലെയിൻസിലും ലേസർ ബീം ഉണ്ടല്ലേ? അതുകൊണ്ട് ഇന്നത്തെ കളി അടിപൊളിയായിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇംലി, ചുൾബുൾ, നിങ്ങൾ ഒളിച്ചിരുന്നാ മതി. ഈ പ്ലെയിന് കൺട്രോൾ ചെയ്യുന്ന ആളിനെ ഞാൻ ആദ്യം ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്താ സംഭവിച്ചത്? ആദ്യമായിട്ടാണ് ആരോ എന്റെ പ്ലെയിൻ തട്ടി താഴെ ഇട്ടത്. അവനെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ബോസ്, ബോസ്, വീർ ഇപ്പൊ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ പൈലറ്റിന്റെ 4 പ്ലെയിനും തട്ടി താഴെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണോ? എന്നോർത്ത് വിഷമിക്കണ്ട, ഇനി നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലെയിൻസ് ഉണ്ട്. എന്നോട് കളിച്ചാൽ ഇതുപോലെ ഇരിക്കും. ബോസ്, ബോസ്, നമ്മളിപ്പോ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വീറിന്റെ പ്ലെയിനെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് വീറിനെ ഞങ്ങൾ വീഴ്ത്തും. I am glad. Very, very glad. ഇതുപോലത്തെ സന്തോഷ വാർത്തകളായിരിക്കണം നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നിന്റെ നേരെയാ വരുന്നത്. ഓടിക്കോ. സ്വിംഗ് സ്യൂട്ട് ഓൺ. Swing suit on. അത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാലോ. നീ ഇപ്പൊ എന്താ ചെയ്തേ? ആ പ്രാണികളെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെ കൃഷിയൊന്നുമില്ലല്ലോ, അപ്പൊ അവരെന്ത് കഴിക്കും? വേഗം രക്ഷപ്പെട്ടു. ഇതിനെല്ലാം തിരിച്ചയക്ക്. ഇങ്ങനെ പോയാ ഈ നാട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. എന്നാ പ്രാണികളെ അപ്രത്യക്ഷമാക്കാം. ഞാൻ എന്ത് ചെയ്താലും നീ കുറ്റം മാത്രമേ പറയൂ. ഇംലി, നമുക്ക് നിന്റെ ഗ്രാമത്തിൽ പോയേ പറ്റൂ. നമുക്ക് റെയിൽ കാർ എടുത്തോണ്ട് പോവാം. അത് ഞാൻ നിന്റെ ഗ്രാമത്തിൽ പോവാൻ വേണ്ടി ഉണ്ടാക്കിയതാ. എനിക്കും നീ ഇതുപോലത്തെ ഒരു കാർ ഉണ്ടാക്കി തരുവോ? ഇല്ല ഇംലി, കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കാര്യം അപകടം പിടിച്ചതാ. ഞാനൊരു റോബോട്ട് അല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നോക്ക്, ട്രെയിൻ വരുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ.
ദേ കുട്ടികളെ, വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളൂ. വേഗം പൊയ്ക്കോ. പ്രാണികളുടെ കൂട്ടം ഇപ്പൊ ഇവിടെ എത്തും. വേഗം പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. ഞാനങ്ങനെ ഓടുമൊന്നുമില്ല. എന്റെ കാല് മടക്കി തൊഴിച്ച് എല്ലാ പ്രാണികളെ ഞാൻ ഇവിടുന്ന് ഓടിക്കും. രക്ഷിക്ക്, രക്ഷിക്ക്. എനിക്ക് കാല് മടക്കി തൊഴിക്കാൻ പറ്റുന്നില്ല. രക്ഷിക്ക്. ആ പ്രാണികളെല്ലാം ഇങ്ങോട്ടേക്കാ വരുന്നത്. ഓടിക്കോ. നിക്ക്, നമുക്ക് അവരെക്കാൾ സ്പീഡിൽ ഓടാൻ കഴിയില്ല. ഇവിടെ തന്നെ നിന്ന് നമ്മളെ തിരിച്ചാക്രമിക്കണം. അങ്ങോട്ട് നോക്ക്, ആ പയ്യനെ കണ്ടോ? ഇവൻ എന്തായുധമാ ഉപയോഗിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവനെ ആക്രമിക്കോ.